ഇന്ന് നമ്മൾ കുറച്ച് വിളവെടുപ്പ് ചെയ്യാൻ പോവുകയാണ്. കുക്കുംബർ ഉണ്ടായിരുന്നു ഒരെണ്ണം, ഇന്നലെ 2 പറിച്ചിരുന്നു. അപ്പോൾ പയറുമൊക്കെ ഉണ്ട്. കറക്റ്റ് സമയത്ത് നമ്മൾ പറിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആണെങ്കിലും അതങ്ങ് മൂത്ത് പോകും. അപ്പോൾ ആ ചെടിക്കൊക്കെ ദോഷമാണെന്നാണ് പറയുന്നത്. 1-2 ഒക്കെ ഉള്ളത് ഞാൻ പറിക്കില്ല കേട്ടോ. ഞാൻ പയർ 3-4 എണ്ണമൊക്കെ ഇരിപ്പുണ്ട്. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെയും കൂടെ ആകുമ്പോൾ നമുക്ക് കറി വയ്ക്കാം. അങ്ങനെ 3-4 എണ്ണമൊക്കെ നിന്നങ്ങ് മൂത്ത് പോകുമ്പോൾ നമ്മളതിങ്ങനെ പൊളിച്ച് മെഴുക്കുവരട്ടിക്കകത്തിടത്തില്ലേ, പയറിൻ്റെ കൂടെ തന്നെ. അത് ഭയങ്കര ടേസ്റ്റല്ലേ. അങ്ങനെ കുറച്ച് പയർ കിട്ടി. പിന്നെ നമ്മുടെ 2 പ്രാവശ്യത്തെ പയറിനകത്ത് എനിക്ക് ഒരുമാതിരി പച്ചപ്പയറുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വലിയ നീളമൊന്നുമില്ല, ഒരുമാതിരി ടേസ്റ്റുമൊക്കെ ആയിട്ട് കൊള്ളില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ നീളമുള്ള അല്ലാതെ 18 മണി പയറുണ്ട്, അതായി വരുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് കോവലുണ്ട്. കോവലിൻ്റെ ഈ കായ്ച്ചയുടെയൊക്കെ ഭയങ്കര ശല്യമാണ്. ഈയിടെയായിട്ടൊന്നിനും എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇനിയെല്ലാം മരുന്നൊക്കെ അടിക്കണം. ഞാൻ വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിതം അങ്ങനെ സ്പ്രേയറിലാക്കിയിട്ടാണ് അടിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം അടിച്ചെല്ലാം റെഡിയാക്കണം. കുറച്ച് കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ പയറും കോവലും കൂടെ മെഴുക്കുവരട്ടി വയ്ക്കുക. പിന്നെ പടവലങ്ങയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, പറിക്കാറൊന്നും ആയിട്ടില്ല. ഇനി ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ദിവസം ഞാൻ തക്കാളി മൊത്തം പറിച്ചിരുന്നു, പഴുത്തത്. പിന്നെ ഇനി വിളയാനൊക്കെ നിൽപ്പുണ്ട്, പഴുക്കാനൊക്കെ നിൽപ്പുണ്ട്. ഇനി പുതിയ കുറേ തൈയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, 6 മാസം വരെയായിട്ട് നമുക്ക് വിളവ് കിട്ടുന്ന തൈകളാണ് കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അതെല്ലാം കമ്പ് കുത്താൻ പരുവമൊക്കെ ആയി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് ഇറങ്ങണം, കുറേ ജോലിയുണ്ട്. അങ്ങനെ ഇന്നത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. എൻ്റെ കൃഷി വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കൊരു പേരയ്ക്കായും കിട്ടി. ഒരെണ്ണം കവറിനകത്ത് ഇങ്ങനെ പൊഴിഞ്ഞ് വീണതായിരുന്നു. ഒരെണ്ണം പറിക്കാൻ നിൽപ്പുണ്ട്. അപ്പോൾ മോള് ഡാൻസിന് പോയി, അവൾ വന്നിട്ട് പറിക്കണം.